ഹായ് ഓൾ, നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുളമാക്കിയ കുളമാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനകത്ത് നമ്മുടെ തോട്ടപ്പയറൊക്കെ ഉണ്ട് ആവശ്യത്തിൽ കൂടുതൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ ഈ കുളത്തിൽ പുതിയ മീനെ ഇടാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് കുറച്ച് നമ്മൾ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് മൊത്തം നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഗൈസ്, നമ്മൾ വളരെ പെട്ടെന്ന് തീർക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. പക്ഷെ ഇത് തീരുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഭയങ്കര കഴിഞ്ഞ വർഷം നമ്മൾ മീൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വലയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ വലയും നമ്മുടെ കാട്ടുപയറും കൂടെ കൂടിയിട്ട് ഓൾറെഡി ഒരു കെട്ടിപ്പിണഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് വെട്ടൽ കുറച്ച് സ്ലോ ആയിരിക്കും. No, yo le cambié, no. Se me seguía en el se descubrió, la luz, hasta ahí se dale, porque le dio, con, ¿viste? Se me അപ്പം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന കുളത്തിൻ്റെ ഏകദേശം സൈഡൊക്കെ സെറ്റായിരിക്കുകയാണ്. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ ഇട്ടാർന്ന വലയൊക്കെ ഒന്ന് പൊക്കിയെടുക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ വെള്ളം അടിച്ച് വെട്ടിച്ചിട്ട് ഇതിനകത്തുള്ള മീനെയൊക്കെ പിടിച്ചിട്ട് വേണം നമുക്ക് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഷീറ്റൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് മുകളിലൊരു വലയൊക്കെ ഇട്ടിട്ട് വേണം നമ്മുടെ ആ ഒരു മീൻ കുളത്തിൻ്റെ ഒരു ഫൈനൽ സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട്. പിന്നെ നമുക്കിവിടെ ഒരു മീൻകുളമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറൊരു മീൻകുളമുണ്ട്. അങ്ങനെ ഏകദേശം നമുക്കൊരു 3 മീൻകുളത്തോളം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം ഫുള്ള് സെറ്റാക്കി എടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന കുളത്തിൻ്റെ സൈഡൊക്കെ ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഏകദേശം നമ്മളൊരു 10-15 പോസ്റ്റ് 4 സൈഡിലായിട്ട് നാട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് കുറച്ച് പടത ഇടാനുണ്ട്. പടതയൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 3 റോളുണ്ട്. അപ്പോൾ അത് നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ഇടണം. അപ്പോൾ ആ പടത ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് മണ്ണൊക്കെ വെച്ച് സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കുളത്തിൽ നിന്ന് പറ്റുന്ന രീതിയിൽ മണ്ണെടുത്ത് സൈഡിലേക്കൂടെയൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മളൊരു സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഇവിടെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് മണ്ണെടുത്ത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നൈസായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പടതയും കൂടെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ കുളം
വറ്റിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്നാ വെച്ച് ഇതിനകത്ത് കുറേ ആമകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആമ തിന്നാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് നീർക്കഴുതിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ പടത വിരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോരി വെച്ചിട്ടുണ്ട് ഒരു കൊട്ട മണൽ. അത് തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം പടതയും കൂടെ വിരിച്ചിട്ട് നമുക്കിതിൻ്റെ ക്ലീനിങ് ചെയ്ത് ഇതിനകത്തുള്ള മീനെയും പിടിച്ച് പുതിയ മീനെ ഇടാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഇപ്പോൾ ഏകദേശം നമുക്ക് വെള്ളം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മളതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഏകദേശം വെള്ളം കുറഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പോൾ 2-3 മഴയൊക്കെ അടുപ്പിച്ച് കിട്ടിയതിന് ഏകദേശം നല്ല രീതിയിൽ വെള്ളമുണ്ട് കുളത്തിൽ. അപ്പോൾ സൈഡ് നമ്മൾ ഏകദേശം ഈ പുല്ലൊന്നും മുളയ്ക്കാതിരിക്കാൻ വേണ്ടി ചെറിയ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ നേരത്തെ ആമയും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള മീനെ തിന്നുന്ന തരത്തിലുള്ള ജന്തുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സൈഡിൽ കൂടെ. ആ ഷീറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ പുല്ല് കയറാതിരിക്കാൻ വേണ്ടി സൈഡിൽ കൂടെ ഇട്ടേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പുതിയ ഷീറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ആ കാണുന്ന നീല ഷീറ്റാണ് നമുക്ക് മേടിച്ചേക്കുന്നത്. ഇത് നമ്മുടെ സൈഡിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ അത് നമ്മൾ സൈഡിലിട്ട് സെറ്റാക്കി പുറത്തുനിന്ന് ആമ അതുപോലെ തന്നെ നീർനായ ഒന്നും കയറില്ലാത്ത രീതിയിലേക്ക് നമുക്ക് സെറ്റാക്കി ഇടണം. പിന്നെ മുകളിൽ നമ്മൾ വലയും കൂടെ ഇടാനുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് പുതിയ മീനെയൊക്കെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീൻ കൃഷി പുനരാരംഭിക്കാനായിട്ട് പറ്റും. ഇനി അപ്പുറത്ത് 2 കുളങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം 3ലും ഈ പ്രാവശ്യം തന്നെ 3ലും ഒന്നിച്ച് മീനിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കുളം പണിതതിന് ശേഷം 3 കുളത്തിൽ ഒന്നിച്ച് നമ്മൾ മീൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും അത് സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പടത വലിച്ച് സൈഡിൽ കൂടെ കെട്ടുന്ന പരിപാടിയാണ്. അത് കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ മണ്ണിൽ കൂടെയൊക്കെ പുതിയ പുല്ല് മുളയ്ക്കാതിരിക്കാനും പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള മണ്ണ് വെട്ടി വെച്ചേക്കണൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ആ സൈഡിൽ കൂടെ നമ്മൾ പഴയ ഷീറ്റൊക്കെ കൊണ്ട് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സൈഡിലുള്ള ഷീറ്റും കൂടെ ഇട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളൊരു ഷീറ്റ് ഇടുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ ഷീറ്റ് വലിച്ച് കെട്ടി ഇതിൽ 4 സ്ഥലവും വലിച്ച് കെട്ടി മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ആമ അതുപോലെ തന്നെ നീർനായ ഒന്നും വന്ന് നമ്മുടെ കുളത്തിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഉള്ളതിലെ ഏറ്റവും വലിയ കുളം. ഇതിനകത്ത് കുറച്ച് മീനുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മീനുകളെ നമുക്ക് പിടിച്ചെടുത്തിട്ട് പുതിയ മീനെ നമുക്ക് ഇതിനകത്ത് ഇടാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് ഓൾറെഡി നമുക്ക് ഇനിയിപ്പോൾ നടക്കാനുള്ളത്. അപ്പം നമുക്കൊന്ന് ഇതിനകത്ത് ചിലപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടാവും, സിലോപ്പി കുഞ്ഞുങ്ങളുണ്ടാവും. അതിനെ നമുക്ക് നമ്മുടെ 3ാമത്തെ കുളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ 3ാമത്തെ കുളത്തിൽ നിന്ന് 3ാമത്തെ കുളം ഏകദേശം നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം നമ്മളൊരു 8-9 മണി വരെ പണിതിട്ടാണ് നമ്മളെ പാഴി കയറ്റിയിട്ടേക്കണം. പാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഫുള്ള് പാഴിയായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ നടുക്കത്തെ കുളത്തിൽ കട്ട്ള, രോഹു, ഗ്രാസ് കാർപ്പൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് തീറ്റ ഈ കപ്പയില അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് തിന്നുമെന്ന് ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആഫ്രിക്കൻ പാഴി കൊണ്ടിട്ടു. ഈ പാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കൊണ്ടിട്ടതാണ് ഈ കുളം നിറച്ചായി. അതുപോലെ തന്നെ ആ കുളം നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്, രാത്രി ഏകദേശം ഒരു 8-9 മണി വരെ പണിതിട്ടാണ് നമ്മളതെല്ലാം കയറ്റിയിട്ട്. ഇതുണ്ടോ, ഇത് മൊത്തം കിടക്കുന്ന മൊത്തം പാഴിയാണ്. ഇതിനകത്ത് ഒരു ഒറ്റ പീസ് മതി കുളം നിറച്ചുണ്ടായി ഈ സാധനം. ഇനിയിപ്പോൾ കുറേ പ്രാവശ്യം നമ്മളിത് കോരി കളഞ്ഞതാണ്. പക്ഷേ
കോരിക്കളയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഈ കുളം നമുക്ക് വറ്റിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ രണ്ടും കൽപ്പിച്ചാണ്. എന്തായാലും ഈ കുളം മൊത്തം നമ്മൾ വറ്റിക്കുന്നതായിരിക്കും. കണ്ടില്ലേ അവിടെ ആ ഒരു വാട്ടർ മാർക്ക് കാണുന്നുണ്ടോ? അവിടെ തൊട്ട് നമ്മളിപ്പോൾ രാവിലെ 6 മണിക്ക് എണിച്ച് വെള്ളം അടിക്കൽ തുടങ്ങിയതാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ആ കാണുന്ന ലെവൽ വരെ വാട്ടർ നമുക്ക് ഈ ഒരു കുളത്തിലേക്ക് നമ്മൾ അടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഈ കുളത്തിൽ അടിച്ചിട്ടേക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളത്തിൽ വാട്ടർ ലെവൽ നമുക്ക് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാഴി പൊങ്ങി വരും. പാഴിയും ഈ കാണുന്ന ചപ്പുകളെല്ലാം പൊങ്ങി മുകളിൽ വരും. അപ്പോൾ നമുക്ക് പാഴി കോരിക്കളയാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കണേ ഈ ഒരു കുളത്തിലേക്ക് അടിച്ചിടുന്നത്. ഈ കുളത്തിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്. അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ പടത ഇട്ടേക്കണ കുളത്തിൽ നിന്ന് ഉള്ള മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ കുളത്തിലേക്കാണ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ട് ബാക്കി ആ കുളം ഫുള്ള് വറ്റിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്ത് പുതിയ മീനുകളെ മേടിച്ചിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഈ 3 കുളവും നമ്മൾ ഈ പ്രാവശ്യം ഫുള്ള് സ്വിങ്ങിലേക്കാക്കും. എന്നിട്ട് വേണം നമുക്ക് കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് നമ്മുടെ ഫിഷ് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിനുള്ള പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോഴത്തെ നിങ്ങൾക്ക് ഫൈനൽ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു 1.5 നല്ല പണി പണിതതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ആക്കി എടുത്തത്. കാരണം ഇതിനകത്ത് ആദ്യം നമുക്കറിയാമല്ലോ ഫുള്ള് കാടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് വല, അതായത് കാട് മൊത്തം വലയെ കയറിയിട്ടുണ്ടായിരുന്നു. ആ വലയൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞ്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ, അതായത് നമ്മൾ നേരത്തെ സൈഡിൽ കൂടെ ഇട്ടാർന്ന ഇപ്പോൾ ഈ നീല ഷീറ്റ് ഇട്ടേക്കണ പോലെ സൈഡിൽ കൂടെ ഇട്ടാർന്ന ഷീറ്റാണ് ഈ കാണുന്നത്. ആ ഷീറ്റെല്ലാം നമ്മൾ സൈഡിൽ കൂടെ വെച്ച് കെട്ടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ വെച്ച് കെട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് സൈഡിൽ കൂടെ മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 ഭാഗത്തും ആ ഒരു ഇത് സെറ്റാക്കിയേക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഷീറ്റിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഷീറ്റ് നമ്മൾ എന്തിനാണ് ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഈ പറഞ്ഞ നമ്മളുള്ള ഈ മീൻ കുഞ്ഞുങ്ങളെ തിന്നുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഈ ആമയൊക്കെ കണ്ടെങ്കിൽ നമുക്ക് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കണേ, സൈഡിൽ കൂടെ ഈ പറഞ്ഞ പരിപാടികൾ നമ്മളെല്ലാം ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് ഇതും കൂടെ നമുക്ക് ഫൈനൽ സെറ്റ് ആക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നുള്ള വെള്ളം പറ്റിക്കാനായിട്ട് മോട്ടറൊക്കെ ഈ ഭാഗത്ത് വെക്കേണ്ടതായതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തേക്കണേ, ഷീറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഇടാത്തത്. ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ മണ്ണൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വെട്ടി സൈഡിലേക്ക് ഇട്ടാൽ മതി. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇവിടെ മോട്ടർ വെച്ചിട്ട് വെള്ളം വറ്റിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭാഗം മാത്രം എന്ത് ചെയ്തേക്കണേ, നമ്മൾ ഒഴിവാക്കിയിട്ടേക്കണം. ബാക്കി ഏകദേശം 3 സൈഡും നമ്മൾ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ള് ഇത് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടുന്ന് ഈ തോട്ടിൽ നിന്നാണ് നമ്മൾ ഈ മണ്ണെല്ലാം എടുത്തുകൂടെ ഇട്ടേക്കണേ. ഏകദേശം നല്ല ഒരു 1.5 ആഴ്ചത്തെ പണിയാണ് ഈ സാധനം കാണാൻ. ചില്ലറ പണിയൊന്നുമല്ല. കാരണം തോട്ടിൽ നിന്ന് വാരി ഈ സൈഡിൽ കൂടെ മൊത്തം ഇട്ട് അത് സെറ്റാക്കി അത് തിണ്ടുപോലെ പിടിപ്പിച്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ശ്രമകരമായ പരിപാടിയാണ്. അതെല്ലാം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ കുളം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ കുളത്തിൻ്റെ വറ്റിക്കൽ തുടങ്ങണം. ഈ കുളം ഇപ്പോൾ വറ്റി തീരുമെന്ന് അറിയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ എണീച്ചിട്ടാണ്, ഇന്നലെ നമ്മൾ ഒരു 3 മണിക്കൂർ അടിച്ചിടാമെന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ മോട്ടർ കാര്യം കണക്റ്റൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ സീൻ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് എല്ലാവരും ആളുകളുടെ നമുക്ക് യൂസേജ് കൂടുതലാണല്ലോ. നമുക്ക് രാത്രിയാകുമ്പോഴേക്കും എല്ലാവരും പവർ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വോൾട്ടേജ് കുറവായ സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തില്ല, ഇന്നലെ രാത്രി നമുക്ക് വറ്റിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഇപ്പോൾ ഒരു 9 മണിയായപ്പോഴേക്കും നമ്മൾ ഏകദേശം പാഴിയൊക്കെ വാരി കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അതിൻ്റെ ഇന്നലെ മോട്ടർ 2-3 മണിക്കൂർ അടിച്ചിടുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം പറ്റിയേനെ. പക്ഷെ നമ്മൾ ഇന്നലെ ചെയ്യാമെന്ന് ഓർത്തിട്ടേക്ക് വോൾട്ടേജ് കുറവായതുകൊണ്ട് ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് നമ്മൾ മാക്സിമം മണ്ണെടുത്തുകൊണ്ട് വന്നത്. ആ മണ്ണെടുത്തുകൊണ്ട് നമ്മൾ കണ്ടില്ലേ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇട്ടേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് കുറച്ചുകൂടെ പൊങ്ങാനൊക്കെ ഉണ്ട്. ഇതൊക്കെ ബാക്കി നമുക്ക് മണ്ണൊക്കെ സെറ്റാക്കി കിട്ടുമ്പോഴേക്കും നമുക്ക് ചെയ്യാം. അപ്പോൾ അത് തന്നെ ഓൾറെഡി മഴ പെയ്ത് അത്യാവശ്യം വെള്ളമായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഏരിയയിലൊക്കെ. കണ്ടില്ലേ, ഈ ഏരിയയിലൊക്കെ നമുക്ക് നമ്മളെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ അത്യാവശ്യം മണ്ണുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഈ സൈഡിൽ വെട്ടി ഇട്ട് ഇതിനെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പടത വരെ സൈഡിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്.
സംഭവം നമ്മൾ ഓൾറെഡി ഒരു മോട്ടർ ഇങ്ങോട്ട് അടുപ്പിച്ച് കാണിക്കും. ക്യാമറമാൻ എന്നെ കാണിക്കണേ, ക്യാമറ റെസ്പോൺസിബിലിറ്റി ഇല്ലോ. കളഞ്ഞോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു മോട്ടറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു മോട്ടറും കുറച്ച് വയറും പരിപാടിയൊക്കെ ആയിട്ട് കുറേ നമ്മൾ വറ്റിച്ചു. പക്ഷേ എന്നായിരുന്നാലും നമ്മുടെ മൂന്നാമത്തെ കുളത്തിൽ അത്യാവശ്യം നല്ല ചെളിയുണ്ട്. അപ്പോൾ ഒരു മോട്ടർ അടിച്ച് നമ്മൾ ചെളി കലക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മറ്റേ മോട്ടർ കൊണ്ട് നമുക്ക് ചെളിയോട് കൂടിയിട്ടുള്ള വെള്ളം അടിച്ച് പുറത്ത് കളയണം. അതിന് വേണ്ടി നമ്മൾ രണ്ടാമത്തെ മോട്ടർ ഇപ്പോൾ വരത്തേക്കുമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമാൺ, ദിസ് ഈസ് അവർ ന്യൂ മോട്ടർ. ക്യാമറാമാനൊരു ഉത്തരവാദിത്തം ഇല്ല ഫോട്ടോയ്ക്ക്. ഇത് പറയുമ്പോഴൊക്കെ ഇതാണ് നമ്മുടെ ആദ്യത്തെ മോട്ടർ. കിടക്കുന്ന കിടക്കുന്നുണ്ട്. ഞാൻ മടി പിടിച്ച് കിടക്കുവാണ് കുറച്ച് നേരം. നമ്മൾ അടുത്ത മോട്ടർ വാങ്ങിക്കുന്നവരെ അതിന് റെസ്റ്റായിരുന്നു. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും 2 മോട്ടറിനെ നമുക്ക് ഫുൾ സ്വിങ്ങിലാക്കിയിട്ട് നമ്മൾ അടുത്ത പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഒരു മോട്ടറിൽ നമ്മൾ വെള്ളം അടിച്ച് ഫുള്ള് ചെളി കലക്കുമ്പോൾ മറ്റേ മോട്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെളി അടിച്ച് പറ്റിച്ച് കളയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 മോട്ടർ എടുത്തേക്കുന്നത്. അറ്റ് എ ടൈം 2 മോട്ടറും പ്രവർത്തിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവന്ന മോട്ടർ നടുക്കായിട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. അത് കുറച്ച് പൊങ്ങിക്കാൻ വേണ്ടി, ചെളിയിൽ പൂണ്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്പുറത്തെ റബ്ബറേന്നൊരു കയറും അപ്പുറത്ത് നമ്മളൊരു കയറും കൂടെ ഇട്ട് നടുക്ക് സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് ഈ മോട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ കുളത്തിൽ നിന്ന് വെള്ളം അടിച്ച് ഇതിനകത്ത് ചെളി കലക്കണം. ചെളി കലക്കി ആവേണ്ട സ്പോട്ട് കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നമ്മൾ അടിച്ച് കയറ്റി കളയണം. അപ്പോൾ അത്യാവശ്യം ചെളിയൊക്കെ പോകുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറായിട്ട് വെള്ളം അടിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഷീറ്റ് താഴേക്ക് ഇട്ടേക്കണ ആ ഭാഗം വരെ ഏകദേശം നമുക്ക് വെള്ളം ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ വറ്റിക്കാൻ തുടങ്ങി. ഈ മോട്ടർ വെച്ച് നമ്മൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏകദേശം നമുക്ക് മീനൊക്കെ വിസിബിളായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം കുറച്ചുകൂടെ അടുത്തേക്ക് പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, അതില്ല, അതൊക്കെ ഒരു മീനാണ്. പിന്നെ ഇതിലേക്കൂടെ മൊത്തം കിടക്കുന്നുണ്ട്, കുറച്ച് സിലോപ്പി കിടക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് പിടിച്ചിട്ട് വേണം അടുത്ത പുതിയ മീനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഈ ഓളം വെട്ടണയൊക്കെ ഇതിലൊക്കെ മീനൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുളം വറ്റിച്ച് ഏകദേശം അതിൻ്റെ ഒരു ലാസ്റ്റ് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട്. ഒരു നട്ടറൊക്കെ കിടക്കണുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മീനുകളൊക്കെ ഓടി നടക്കുന്നത്. പക്ഷേ ഈ വെയിലും നിഴലും രണ്ടും കൂടെ മിക്സായി കിടക്കുന്നതുകൊണ്ടേ നമുക്കത് ക്ലിയർ ആവുന്നില്ല ക്യാമറയൊക്കെ എടുക്കുമ്പോൾ. പക്ഷെ അത്യാവശ്യം മീനുണ്ട്. കുറച്ചുകൂടെ ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കതിനെയൊക്കെ പിടിച്ചെടുക്കാനുള്ളതാണ്. ഈ ഓളം വെട്ടണ എല്ലാം മീനാണ് ഗൈസ്. മീൻ മൊത്തം പരലുണ്ട്, തളമ്പനുണ്ട്, സിലോപ്പിയുണ്ട്, നട്ടറുണ്ട്, അങ്ങനെ അല്ലറ ചില്ലറപ്പെട്ട എല്ലാ മീനുകളും ഉണ്ട്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിനെല്ലാം ഓരോന്നോരോന്നായി പിടിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മളിപ്പോൾ മീൻപിടുത്തത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ഒരു 10-30 മീനോളം ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വലിയ മീനുകളാണ്. കുഞ്ഞു മീൻ അതിൽ കൂടുതലുണ്ട്. പരലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ വെള്ളം വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മീൻപിടുത്തം തുടങ്ങുന്നതായിരിക്കും. നമ്മുടെ അത്യുഗ്ര മീൻപിടുത്തം പെട്ടാന്ന് ചെറപറാന്ന് നമ്മൾ കോരിയിടുന്നതായിരിക്കും. നട്ടർ, സിലോപ്പി, പിന്നെ ഒരു വരാൽ കിടക്കുന്നുണ്ട്, പിന്നെ 2 തളമ്പനുണ്ട്. പിന്നെ തളമ്പൻ എത്രയുണ്ടെന്ന് അറിയില്ല, എന്നാലും അത്യാവശ്യം മീനുകളുണ്ട്. കണ്ടില്ലേ, ആ ഓളം പെട്ടണ എല്ലാം മീനുകളാണ്.
പക്ഷെ ക്ലിയർ ആയിട്ടൊന്നും വിസിബിൾ ആവുന്നില്ല. കാരണം കുറേ കാണാൻ പറ്റും, പക്ഷെ എന്നാലും ഒന്നുകൂടെ ഒന്ന് വെള്ളം ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കാം. മുമ്പ് നോക്കി ആ പോണന്റെ മുമ്പിൽ നിന്ന് ഓട്ട് വരും. കിട്ടിയിരിക്കുകയാണ് ഗായ്സ് ഫസ്റ്റ് മീൻ. നിങ്ങൾ കാണുന്നില്ലേ? എന്നാ പിടിച്ചിടാൻ പറ്റുമോ? കഴിച്ച് കയറ്റി പിടിക്കുക, കമ്പി വളഞ്ഞു പോകും. കൈ ഇങ്ങോട്ട് അടുപ്പിച്ച് പിടിക്കണം. എവിടെ ജാതിച്ചോട്ടിലുണ്ടെന്ന്? ഈ ജാതിച്ചോട്ടില കുറച്ച് വെള്ളം പറ്റിച്ച് വെക്കാ. കണ്ടോണം. പതുക്കെ ഇട്, നീ സ്ലോ മോഷനിൽ ഇത് വീഡിയോ പിടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വീഡിയോ കിട്ടണ്ടേ? ഇൻഷോട്ടിലിട്ട് സ്ലോ മോഷൻ ആക്കണേൻ്റെ അല്ലേ ഞാൻ പറഞ്ഞേ. ഇത് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടണ്ടേ? അവിടെ നിന്ന് ഇവിടം വരെ വന്നെ. അതിന് മുമ്പ്